ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. ഇത് നമുക്ക് ഓഫീസിലൊരു ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ അക്ഷി ബേബി എഴുന്നേൽക്കാറുണ്ട് ഒട്ടുമിക്ക ദിവസം. മെജോറിറ്റി ഡേയ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അക്ഷി ബേബിക്ക് ഇപ്പോൾ എത്രയായി എന്നുള്ളത് ചില കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അക്ഷി ബേബി ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. ജൂൺ 26 ആയിരുന്നു അവളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. ആൻഡ് പിറന്നാൾ നമ്മൾ ജൂൺ 17 ചെറിയ രീതിയിൽ, തരക്കേടില്ലാത്ത രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾക്ക് 1 വയസ്സായി എന്നുള്ളത്. കാരണം ഇപ്പം അങ്ങ് കഴിഞ്ഞു പോയതുപോലെ തോന്നുക എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡും ആ ഒരു ടൈമും ഒക്കെ. എത്ര പെട്ടെന്നല്ലേ സമയവും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുട്ടി വ്ളോഗ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിലുള്ളതുകൊണ്ട് തന്നെ രാവിലെ ചെറിയ ചെറിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ. പിന്നെ അക്ഷി ബേബി അതിൻ്റെ ഇടയിൽ എഴുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ മാനേജ് ചെയ്യും. അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ഞാനും ഉണ്ടാവും. അങ്ങനെ നമ്മളൊരുപോലെ മാനേജ് ചെയ്യും. എൻ്റെ ഓഫീസ് വരുന്നത് വളാഞ്ചേരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം യാത്ര കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടാണെങ്കിൽ ഏകദേശം ഓർഡിനറിയൊക്കെ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ടൈം എടുക്കും. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ അറൗണ്ട് വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ 2 ബസ് മാറി കയറേണ്ടി വരും. അത്യാവശ്യം ദൂരമുണ്ട്. അതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാലും ശരി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാലും ശരി നമുക്ക് 2 ബസ്സൊക്കെ മാറി കയറേണ്ടി വരും. അപ്പോൾ ബസ് കിട്ടുക എന്ന് പറയുന്നത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പൊതുവേ ഇവിടുന്ന് ബസ് കിട്ടുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 8:30 വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസിൽ ഒരു 9:45 കൂടിയിട്ട് എത്താനായിട്ട് സാധിക്കും. ഓഫീസൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഓഫീസിൽ നിന്ന് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ ടൈം കിട്ടില്ല. നമുക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളുണ്ട്. പിന്നെ പറ്റും, പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഇങ്ങനെയൊന്നും എടുക്കാനൊന്നും പറ്റില്ല. ചെറിയ രീതിയിൽ ഫോൺ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. വൈകിട്ട് എനിക്ക് ഡയറക്റ്റ് KSRTC ബസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും അതിൽ തന്നെയാണ് വരാറുള്ളത്. പക്ഷേ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഞാൻ പ്രൈവറ്റ് ബസ്സിലും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗതാഗതം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു പോർഷൻ വരുമ്പോഴേ എനിക്ക് 1-2 PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നില്ല, നമുക്ക് പറഞ്ഞു പോകാം. അതായത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ KSRTC നിലവിൽ വന്നത് 1965 കേട്ടോ. 1965 KSRTC നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ KSRTCയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഗതാഗത സംരംഭമാണ് നമ്മുടെ KSRTC. പിന്നെ ഫസ്റ്റ് തിരുവിതാംകൂറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണത് കേരളത്തിലേക്ക് ഉള്ള ഒരു കേരളത്തിൻ്റെ ഫോർമേഷന് ശേഷം. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഈ ബസ്സിൻ്റെ സർവീസ് ആരംഭിച്ചത് 1938 ഫെബ്രുവരി 20 ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1938 ഫെബ്രുവരി 20 തിരുവിതാംകൂറിൽ ഒരു എന്താ പറയുക നമ്മുടെ ഈ ബസ് സർവീസ് ആദ്യമായിട്ട് ആരംഭിച്ചത്. പക്ഷേ ഈ മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും PSC ക്വസ്റ്റ്യൻ അല്ല, ടിപ്പു സുൽത്താനാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനായിരുന്നു. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എന്ന് പറയുന്നത് കോട്ടയം കുമ്മളിയാണ്. റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമ്മളിയാണ്. അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്ഥാപനമാണ് KHRI എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കാര്യവട്ടാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ച മഹാരാജാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, രാജാവിനെ ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയാലോ. അത് വന്നിട്ടുള്ളത് നിലവിൽ വന്നത് 2014 അതിൻ്റെ ആസ്ഥാനം വരുന്നത് തേവര, കൊച്ചിയിലുള്ള തേവരയിലാണ്. അപ്പോൾ ഈ ഒരു KURTC അല്ലെങ്കിൽ കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വരുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹൈവേകളുടെ പേര്, കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രമുഖ ദേശീയ പാതകൾ ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ബസ്സിലാണ് ഫുൾ യാത്ര. അതായത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ടെങ്കിലും ഈവനിങ് ആയിട്ടുണ്ടെങ്കിലും നല്ല തിരക്കായിരിക്കും. ഒട്ടുമിക്ക ടൈമിലും സീറ്റൊന്നും കിട്ടില്ല. വലിഞ്ഞു തൂങ്ങി പിടിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലെത്തുക. രാവിലെ ഓഫീസിലേക്ക് പോകുന്ന ടൈം ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ നമ്മുടെ
എടപ്പാളായിട്ടുണ്ടെങ്കിലും എടപ്പാൾ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. അതായത് ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ എടപ്പാൾ ഇറങ്ങും. എടപ്പാളിൽ നിന്നാണ് പിന്നീട് വളാഞ്ചേരിക്ക് കയറാറുള്ളത്. അപ്പോൾ എടപ്പാളായിട്ടുണ്ടെങ്കിലും വളാഞ്ചേരി ആയിട്ടുണ്ടെങ്കിലും രണ്ടും മെയിൻ സ്റ്റോപ്പുകളാണ്. ഒരു മാസമായിട്ടുള്ള ആളുകളുടെ കൂട്ടം ഉണ്ടായിരിക്കും കേട്ടോ. അത്രയധികം തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ പോകുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും നമുക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. എന്നാലും എങ്ങനെയെങ്കിലും തൂങ്ങി പിടിച്ച് വീട്ടിലെത്തണമല്ലോ, അല്ലെങ്കിൽ ഓഫീസിലെത്തണമല്ലോ വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടൊക്കെ തൂങ്ങി പിടിച്ചൊക്കെ വരും. തിരിച്ച് വീട്ടിലേക്കും അതുപോലെയൊക്കെ തന്നെ പോകും. ആദ്യമൊക്കെ എനിക്ക് വളാഞ്ചേരി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് കുറച്ചെങ്കിലും ദൂരത്തേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ ഈ ജോലി കിട്ടിയതിന് ശേഷം മാത്രമാണ്. അതിന് മുന്നേ എനിക്ക് വളാഞ്ചേരി എന്നൊക്കെ പറയുന്നത് ശരിക്കും എൻ്റെ നാട് കോഴിക്കോടാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ റൂട്ട് എല്ലാം ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് വളാഞ്ചേരി കാണും എന്നല്ലാതെ നമുക്ക് അവിടെ ഇങ്ങനെ ഇറങ്ങേണ്ടി വരുന്നോ, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഒരു ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പീക്ക് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും മാക്സിമം ഞാൻ ദൂരത്തൊക്കെ പോയിട്ടുണ്ടായിരുന്ന എടപ്പാളൊക്കെ ആയിരുന്നു. പിന്നെ പോകും എക്സാംസും കാര്യങ്ങൾ PSC എക്സാംസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാറ്. അതിനായിട്ട് അച്ഛനോ ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും നിൽക്കാറില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോയി വരുന്നതാണ് കംഫർട്ടും. കാരണം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ചിലവാക്കുന്നു. അവർ ഒരു കാര്യമില്ലാതെ നമ്മുടെ കൂടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളും കൂടി ചെയ്യേണ്ട സമയമാണ് നമ്മൾ കാരണം നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ചെറുപ്പം മുതലേ PSC എക്സാംസിനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോവാറ്. അതിപ്പോൾ PSC എന്നല്ല, അതിന് മുൻപ് ഉണ്ടായിരുന്ന നമ്മുടെ എൻട്രൻസ് എക്സാംസൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ തൃശ്ശൂർ അങ്ങനെയുള്ള ജില്ലകൾ മാറിയിട്ടൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഈ മലപ്പുറം ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിനേക്കാൾ എളുപ്പത്തിലും പെട്ടെന്നും എത്താനായിട്ട് സാധിക്കാറ് തൃശ്ശൂരിലേക്കാണ്. അതാകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലാണെന്നേ ഉള്ളൂ, നമ്മൾ ഏകദേശം തൃശ്ശൂരിനോടാണ് അടുത്ത് കിടക്കുന്നത്. നമ്മുടെ മലപ്പുറം സെൻറ്ററിലേക്ക് എത്തുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം തൃശ്ശൂരിലേക്കാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് പോകുന്നത് പിന്നെ കോഴിക്കോട് പോകുന്നതും എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ടാസ്കോ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് എല്ലാം ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഉണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം വന്നപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ചെറിയ ബേബിയാണ് ഉള്ളത്. അപ്പോൾ ആളെ ഒറ്റയ്ക്ക് ആക്കി വരുന്നതിനും ഒക്കത്തിനും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്ക് ഇപ്പോൾ അടുത്തേക്ക് കിട്ടിയാലും ദൂരം കിട്ടിയാലൊക്കെ ഒരേപോലെ തോന്നും. ഓഫീസിലായിട്ടുണ്ടെങ്കിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അവിടെ. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ബേസിക്കലി സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സയൻസ് ആയിരുന്നു, +1 +2 സയൻസ് ആയിരുന്നു. ഡിഗ്രി ആയപ്പോൾ അത് BSc ഫിസിക്സ് ആയി. BSc ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സബ്ജക്റ്റിൽ മെയിൻ സ്ട്രീം ആയിട്ട് വരുന്നത് ഫിസിക്സ് ആണ്. പിന്നെ സബ്ബായിട്ട് നമുക്ക് കെമിസ്ട്രി, മാത്സ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ്, മലയാളം അങ്ങനത്തെ ടോപ്പിക്സും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ PSCയിലേക്ക് വന്നപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു നമ്മളുടെ പഠനം എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു സയൻസും ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ആൾക്കാർ കണ്ടു ശ്രദ്ധിച്ചുള്ള അറിയില്ല. അപ്പോൾ സയൻസ് സബ്ജക്ട്സിലും പിന്നെ ലാംഗ്വേജിലൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. പിന്നെ മാത്സ് ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ സയൻസ് വിട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണല്ലോ ഈ സോഷ്യൽ എന്ന് പറയുന്നത്. അതിൽ ജോഗ്രഫി ഓക്കെ ആയിരുന്നു, ഹിസ്റ്ററിയാണ് ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ട്. അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് എക്കണോമിക്സ് അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളതും ഒരു എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുക. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനോട് ഓക്കെയാണ്. അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു ബാങ്കിലൊക്കെ പോകുമല്ലോ, നമ്മളിപ്പോൾ പാരൻസിൻ്റെ കൂടെയൊക്കെ ചെറുപ്പത്തിലായിട്ടുണ്ടെങ്കിലും ബാങ്കിലൊക്കെ പോകുമ്പോഴും അവിടെ ഉണ്ടാകുന്ന എംപ്ലോയീസൊക്കെ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുമ്പിൽ പിന്നെ ഒട്ടും ബ്രേക്കില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പറയേ വേണ്ട, നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെ ഞാൻ എത്തിപ്പെട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു. പിന്നെ ആയപ്പോൾ നമ്മൾ അതിനോടൊന്ന് യൂസ്ഡ് ആയിട്ട് വന്നു. പിന്നെ നമുക്ക് എല്ലാ വർക്കും കാര്യങ്ങളും ഒരുമിച്ച് ഒരേപോലെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനോടൊക്കെ യൂസ്ഡ് ആയിട്ട് മാറി. പിന്നെ ഞാൻ ഈ PSCയിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുന്നത്തെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ തന്നെ PSCക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ PSCക്കാർക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ +1 +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചിങ് എന്നുള്ളൊരു ഫീൽഡിനോട് ഒരു പ്രത്യേകതരം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് ലാസ്റ്റ് ഇയറൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഹെക്റ്റിക് ആയിരിക്കും.
അപ്പോൾ നമുക്ക് ഒന്നിനും അനങ്ങാൻ പറ്റില്ല, ഒന്നിനും ടൈം കിട്ടില്ല. നമ്മളുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട്സ് തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത്ര ഇരുന്ന് എഴുതണം. അങ്ങനെയൊക്കെ എന്തൊക്കെ ടെൻഷനും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ സ്റ്റുഡൻസിനായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ടെൻഷനും മാറി. ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട്, അതേപോലെ തന്നെ ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലാസ്റ്റ് ഞാൻ ഏകദേശം ഈ ഒരു ട്യൂഷൻ നിർത്തുന്ന ആ ഒരു ടൈം വരയ്ക്കും എനിക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നു കുട്ടികൾ, 20-ൽ കൂടുതലൊക്കെ. എന്നിട്ട് രാവിലെയും വൈകിട്ടൊക്കെ വെക്കേണ്ട അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് പഠിപ്പിക്കുകയും ചെയ്യും. ഇപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കുമോ മക്കൾക്ക് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ആ ഒരു സാഹചര്യവും നമുക്ക് ടൈമും ഇല്ലാത്തതിൻ്റെയും പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും എല്ലാം വെച്ചിട്ട് നമുക്കൊന്നിനും പറ്റാറില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിലൂടെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് ഓരോരോ ജീവിതത്തിൽ വഴിത്തിരിവുകൾ വരുമല്ലോ. അപ്പോൾ എല്ലാത്തിലേക്കും അങ്ങനെ ഇൻവോൾവ് ആവാനും നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ഒട്ടും പറ്റില്ല. എന്നാലും എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ടീച്ചിങ് എവിടെയും നമ്മുടെ സ്ഥാപനങ്ങളൊന്നും പോയി പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ചെറിയ രീതിയിൽ കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിലും, അതായത് PSC വഴി ജോലിയൊക്കെ കയറുന്നതിന് മുൻപ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് നമ്മുടെ കോഴ്സല്ല. ഞാൻ കുറേ അന്വേഷിച്ചു. ഞാൻ കുറച്ച് കാലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും അല്ലെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിന് പോകാമെന്നൊക്കെ വിചാരിച്ച് കുറേ സെർച്ച് ചെയ്തു. അങ്ങനെ അവസാനം ഞാനൊരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള മാഡം എനിക്ക് എൻ്റെ CV, അതായത് നമ്മളിപ്പോൾ ലിസ്റ്റിലുള്ള ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ PSC പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, റെക്കോർഡ് സെഷൻ അവർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് അവർ പെർ അവർ തന്നിരുന്നു. അപ്പോൾ അതും പിന്നെ അതേപോലെ തന്നെ ഞാൻ ടെലഗ്രാം എന്ന പ്ലാറ്റ്ഫോമില്ലേ അവിടെയും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ചെറിയ രീതിയിൽ പേയ്മെൻ്റ് ഉള്ള ക്ലാസ്സും ഉണ്ടായിരുന്നു, ഇല്ലാത്ത ഫ്രീ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചിങ്ങിനോടുള്ള ഒരു പാഷൻ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു നിറവേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ പഠിപ്പിക്കണമെന്നുള്ള എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടത്താനായിട്ട് ചെറിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് എൻ്റെ ഡയറക്റ്റ് ഫ്രണ്ട്സ് ആയാലും ഇൻഡയറക്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ജോബിന് കയറിയത്, എങ്ങനെയാണ് പഠിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഇതേപോലെ ഒരുപാട് പേർക്കുണ്ടായിരിക്കും ഡൗട്ടുകൾ ഇപ്പോൾ PSCയെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂട്യൂബ് വഴി എല്ലാവരിലും എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ചാനലിൻ്റെ പുറകിലുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഏത് വ്ളോഗ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു PSC റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചത് വ്ളോഗിലൂടെ നമുക്ക് പഠിക്കാം, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം പഠനം മാത്രമല്ലാതെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മുഴുകണം. എൻ്റെ അഭിപ്രായത്തിൽ പലരും പറയാറുണ്ട് ഫുൾ ടൈം പഠിത്തത്തിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തു ഇത്ര വർഷം. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ വല്ല മാരേജ് ഫങ്ഷൻസ് ആയിട്ടുണ്ടെങ്കിലും, വല്ല ഉത്സവം, പൂരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും, പിന്നെ വല്ല ഫാമിലി ഗെറ്റ് ടുഗദർ, എല്ലാത്തിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു റിഗ്രറ്റ് ഇല്ല. അയ്യോ എനിക്ക് മുന്നുള്ള ഈ വർഷങ്ങളൊന്നും ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, മിസ്സായല്ലോ, അങ്ങനെയുള്ള റിഗ്രറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എല്ലാത്തിലും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ അതായത് നന്നായി പഠിച്ചിരുന്നു. പക്ഷേ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പഠിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുക ആദ്യം. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കുന്നതാണ് പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ അതിലേക്ക് ട്രാക്കിലാവുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വെൽ അസസ്മെൻ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സെൽഫ് അസസ്മെൻറ്റ് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ എന്തിനെ കുറിച്ചാലും, ഇപ്പോൾ പഠനം എന്നല്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാമല്ലോ, നമ്മളെപ്പറ്റിയൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. ചിലർക്ക് ഒരുപാട് നേരം ഇരുന്നിട്ട് നല്ല രീതിയിലിരുന്ന് പഠിത്തം മാത്രം, വേറെ എല്ലാം ഒഴിവാക്കി പഠിത്തം മാത്രം ഉള്ളവരുണ്ടായിരിക്കും. നിങ്ങളെ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അത് സ്റ്റഡി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഇനിയും ബാക്കിയിരിക്കുന്നുണ്ട്, അത് നമുക്ക് വേറൊരു വ്ളോഗിൽ പറയാം കേട്ടോ. കുറച്ചധികം ലെങ്തി ആയിപ്പോയി വീഡിയോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളും പിന്നെ എല്ലാ കാര്യങ്ങളും, ക്വസ്റ്റ്യൻസോ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.